ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അതിഥിയെ ആദരിക്കുക എന്നുള്ളത് വലിയ പുണ്യമുള്ള കാര്യമാണ്. അതിഥിയെ ആദരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കൻസുൽ മാലിലൊക്കെ നമുക്ക് കാണാം, ലികുല്ലി ഷൈഇൻ സകാത്തുൻ വസകാത്തു ദാരി ബൈത്തുൽ ളിയാഫ. ഓരോ കാര്യത്തിനും ഓരോ ശുദ്ധീകരണമുണ്ട്. ശുദ്ധീകരിക്കുന്ന ഓരോ വസ്തുതകളുണ്ടാകും. എന്നാൽ വീടിനെ ശുദ്ധിയാക്കുന്നത്, വൃത്തിയാക്കുന്നത് ആ വീട്ടിൽ നടക്കുന്ന അതിഥികളെ സൽക്കരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിഥികളെ സൽക്കരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട് ശുദ്ധിയാകും. വേണ്ടാത്തരങ്ങളിൽ നിന്ന്, തോന്നിവാസങ്ങളിൽ നിന്ന് ശുദ്ധിയാകും. എല്ലാ തിന്മകളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും സംരക്ഷിക്കാൻ അതിഥികളെ സൽക്കരിക്കൽ കൊണ്ട് സാധിക്കുമെന്ന് റസൂലുള്ളാഹി. അപ്പൊ നമ്മുടെ വീട് ശുദ്ധിയാവാൻ, എല്ലാ തിന്മകളിൽ നിന്നും, അനിഷ്ട സംഭവങ്ങളിൽ നിന്നും ശുദ്ധിയാവാൻ, പരിശുദ്ധമാവാൻ നമുക്കുള്ള ഒരു മാർഗമാണ് അതിഥികളെ സൽക്കരിക്കുക എന്നത്. അതിഥികളെ വന്നാൽ നല്ല രൂപത്തിൽ അവർക്ക് നല്ല ഭക്ഷണം കൊടുത്ത്, നല്ല പാനീയം കൊടുത്ത്, സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് അവരെ സ്വീകരിക്കുക. ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പിൻഗാമികളാണ് അതിഥികളെ സ്വീകരിക്കുന്നവർ. അതിഥികളെ സ്വീകരിച്ചാൽ അവരോടുകൂടെ, നല്ല മനസ്സോടുകൂടെ അതിഥികളെ സ്വീകരിച്ചാൽ അവരോടുകൂടെ സ്വർഗത്തിൽ പോകാൻ പറ്റുമെന്നാണ്. മൻ ലദ്ദദ അഖാഹു ബിമാ യസ്തഹി. ആരെങ്കിലും തൻ്റെ സഹോദരന് വീട്ടിൽ വന്ന തൻ്റെ ഒരു അതിഥിക്ക് അവൻ ഇഷ്ടമുള്ള നല്ല ഭക്ഷണം കൊടുത്ത് അവനെ സൽക്കരിച്ചാൽ കതബല്ലാഹു ലഹു അൽഫ ഹസന, 1000 നന്മകൾ അള്ളാഹു അവന് രേഖപ്പെടുത്തി വെക്കും. വമഹാ അൻഹു അൽഫ സയ്യിഅ, 1000 പാപങ്ങൾ അവൻ്റേത് മായ്ച്ചു കളയും. റഫഅ ലഹു അൽഫ ദറജ, 1000 പദവികൾ അള്ളാഹു ഉയർത്തിക്കൊടുക്കും. സുബ്ഹാനല്ലാഹ്. വയുത്ഇമുഹു മിൻ 3 ജന്നാത്ത് അൽ അദൻ വൽ ഫിർദൗസ് വൽ ഖുൽദ്. 3 സ്വർഗങ്ങളിൽ നിന്ന്, അതിന് ഫിർദൗസ്, ഖുൽദ്, ഈ 3 സ്വർഗങ്ങളിൽ നിന്നും അള്ളാഹു അവന് ഭക്ഷണം നൽകുമെന്ന് റസൂലുള്ളാഹി. ഇഹ്യാ ഉലൂമുദ്ദീനിലൊക്കെ നമുക്ക് ഈ ഹദീസ് കാണാം. അല്ലാഹു തആല അതിഥികളെ സ്വീകരിച്ച് സ്വർഗം വാങ്ങുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുഅ്മിനീങ്ങളിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ.